ഓണാണ്ടുള്ള പതിവല്ലേ തച്ചുള്ളിക്കാരണവരായ വലിയ കുറുപ്പ് നടയിലെത്തി നാളികേരം ഉടച്ചു പോരുക. അടുത്തയാണ്ട് ലോകനാർക്കാവിലെത്തി തൊഴുതുപോരുവാൻ സാധിക്കുമോ എന്നറിയില്ല. ഏട്ടന് യാതൊരു കുഴപ്പവും സംഭവിക്കില്ല. കാവിലമ്മ കാത്തോളൂ. എന്റെ കുഞ്ഞിക്കുട്ടി നിറവയറോടെ നിൽപ്പല്ലേ, ഇന്നോ നാളെയോ എന്ന പോലെ. അമ്പാടി അമ്മേ വിളിച്ചോ? എന്താണമ്മേ? ഒന്നുമില്ല മോനെ. തേയി തേയി തേയി, ലോകനാർക്കാവിലേക്ക് പോയ അമ്പാടിന്റെ അച്ഛൻ ഇനിയും തിരിച്ചെത്തിയില്ലേ? ഇങ്ങനെ വൈകാത്തതാണ്, ഇന്നെത്തും. എന്തേ? മാധവി എവിടെ? തമ്പുരാട്ടിക്കും പിറവിയെടുക്കും പൊന്നുകുഞ്ഞിനും സർപ്പദോഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഉളവണ്ണൂർ സർപ്പക്കാവിൽ 100 പാലും അർപ്പിക്കാൻ പോയതാണ്. എന്റെ മോൻ അമ്പാടിയും നിന്റെ മോൻ അമ്പും നമ്മെപ്പോലെ ഒരുമിപ്പോൾ ഒരുമിച്ച് കഴിയാം. ആ, നിന്റെ പെണ്ണ് നാണി ഉണ്ടായിരുന്നെങ്കിൽ പേടി വേണ്ടായിരുന്നു. അമ്പുവെ തറവാട്ടിലേൽപ്പിച്ച് ഓള് കണ്ണടച്ചില്ലേ. നമ്മള് ഉളവന്നൂർ സർപ്പക്കാവിലെത്തി. ഇനി കുറച്ചു ദൂരേ ഉള്ളൂ. ഞാൻ ആരോട് പറയുന്നു? തറവാടിന്റെ വിളക്കാണത്. കാട്ടിൽ കഴിയുന്ന വയനാടൻ വെളുത്തേടെ കൊള്ള സംഘം ഏട്ടനെ വഴി അടഞ്ഞു കുത്തി അനന്തനും കൂട്ടുകാരും എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഏടത്തിയമ്മ ഇപ്പൊ വിവരം ധരിപ്പിക്കണം. പാവം അറിഞ്ഞ ചങ്ക് പൊട്ടി ചത്തുപോകും. മോന്റെ വലിയച്ഛൻ പോയി, വലിയച്ഛൻ പോയി മോനെ. എല്ലാരും ഉറക്കായില്ലേ? ഉറക്കായി. എന്നാൽ നമ്മൾ സൂക്ഷിക്കണം. നാട്ടുകൂട്ടെങ്ങാൻ അറിഞ്ഞാൽ ആപത്താണ്. അതുകൊണ്ട് എന്തു വേണമെന്ന് ആനന്ദം പറയുന്നു? അമ്പാടിയെ മാത്രമല്ല, തമ്പുരാട്ടിയെ നമ്മൾ. കുഞ്ഞിക്കുട്ടിയെ അത് വേണോടോ? എന്റെ മനക്കോട്ടയുടെ നല്ലൊരു ഭാഗം തകർന്നു പോകുന്നു. ആട്ടെ പറയും, എന്തു വേണം? വലിയ കുറുപ്പിന്റെ വേർപാട് സഹിക്ക വയ്യാണ്ട് അമ്മയും കുഞ്ഞും കണ്ടോ? ഈ ചിത്രങ്ങളെല്ലാം ഇവിടെ നിന്നെടുത്ത് മാറ്റി. കാരണവന്മാർ, ഗുരുക്കന്മാർ, ഉദയനന്റെ നോട്ടം കണ്ടോ? കേരളത്തിന്റെ മൺപറഞ്ഞ ധീരൻ, തച്ചുവള്ളിത്തറവാട്ടിന് താഴികക്കുടമേറ്റിയ പടക്കുറും, കുഞ്ഞാലി മരിക്കാൻ പയ്യാമ്പള്ളി, കതിരൂരും, കക്കാടൻ മൂത്തക്കുറിച്ചും എല്ലാവരും ഞാൻ ഏട്ടനോട് ചെയ്ത കടുകൈ അറിഞ്ഞു. സമയം പാഴിക്കളയാണ്ട്. ശരി, വരണം.
അമ്മയും മകനും നല്ല ഉറക്കാണ്. മാധവി, എവിടെ കുഞ്ഞിക്കുട്ടി? എവിടെ അമ്പാടി? കാടും കടന്ന് വടക്കേ നാദാപുരത്തിൽ അഭയം തേടുക. കാട്ടിൽ കൊള്ളക്കാരുണ്ട്, കരുതൽ വേണം. കുഞ്ഞുകുട്ടി, എന്ത്? ഈ നാഗമാല എന്നും നിന്റെ കഴുത്തിലുണ്ടാവണം. എന്റെ കാലശേഷവും എന്റെ ഓർമ്മയ്ക്കായി ഇത് കിടക്കട്ടെ. എന്നും എന്നും. അമ്പാടി, അമ്പാടി, മോന്റെ അനിയത്തി കുഞ്ഞു വാവ. വാവേ, വാവേ. അമ്മേ, മാണ്ടം കാണുന്നില്ല. കാണുന്നില്ലേ? ശരി മോനെ, നമുക്കിനി ഇവിടെ ഇരിക്കട്ടെ. വരൂ, പോകാം. അമ്പാടി, മോൻ ഇവിടെ ഇരിക്കെ. അമ്മ ഇപ്പൊ വരണുണ്ട്. ആരാനും ഇതുവഴി വന്ന് ചോദിച്ചാ ആരൊന്നും എവിടെ നിന്നും ഒന്നും പറയണ്ട. വാവ.
ഒരു കുട്ടിയുടെ കരച്ചിൽ പോലെ ഞാനും കേട്ടു. ഈ വയനാടൻ വെളുത്തയുടെ വാസസ്ഥലത്ത്. അമ്മേ പാമ്പ്, അമ്മേ പാമ്പ്, അയ്യോ അമ്മേ പാമ്പ്, അമ്മേ പാമ്പ്, പാമ്പ് ഓടുക അമ്മേ, അമ്മേ അമ്മേ. ഒരു കുഞ്ഞ് മഹാവാരിയമ്മൻ നമുക്ക് കനിഞ്ഞു തന്നതായി. ഈ പെൺപടി ഏതാണോ? ആരുടെ മാട്ട് നമുക്ക് വളർത്താം, ആരും അറിയാണ്ട്. ഏതാണ്ട് വലിയ വീട്ടിലെ കുട്ടിയാണേ. ആരാനും തിരക്കി അറിഞ്ഞ് നമ്മുടെ തല കൊയ്യാണ്ടിരുന്നാ മതി. ഇന്നേരം പറയാതെ ശിവ, വേണ്ടത് ഞാൻ പറയാം. നാദാപുരത്തെ നാടുവാടി നടുക്കായിൽ കൂടി നീങ്ങുമ്പോ ഇരുവശങ്ങളിലും ആളുകൾ കണ്ണും നട്ട് കാത്തിരിക്കുമെന്നല്ലേ കരുതിയത്? ആണേ, ആരും ഇതറിഞ്ഞു കാണില്ല. കൊച്ചുകുറുപ്പിനെ കുറിച്ച് ഏതാണ്ടൊക്കെ കേൾക്കണല്ലോ. ഈയുള്ളവൻ കേട്ടില്ല. കേട്ടു കേട്ടു. ഏഷണിക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണ്. അഞ്ചിയുടെ അടുപ്പിക്കും. അയ്യോ, തോട്ടക്കട കിട്ടിയിട്ടില്ല. ഞാൻ ഇവിടെ ഇറങ്ങുകയാണ്. ഞാനും കാവൂ കിനാവ് കാണാണോ? കുട്ടി വയനാട്ടിൽ നിന്നാവോ? അല്ല, ഈ വയനാടൻ വെളുത്തയ്ക്കും കാവൂനും മഹാകാളി മനസ്സറിഞ്ഞു തന്ന വളർത്തുമോനം. ഏട്ടത്തിയമ്മ കുഞ്ഞുമോൻ അമ്പാടിയും എവിടെയാണെന്ന് അറിയില്ല. തിരയാൻ ഇനി ഇടമില്ല. ഏട്ടന്റെ ദേഹവിയോഗത്തിൽ ദുഃഖം സഹിയാൻ കോരമ്പുഴയിൽ ചാടി ചത്തതാണ്. എല്ലാ വിവരവും നാം അവളെ വെച്ചറിഞ്ഞു. അവിടെ നിന്നുണ്ടായ ദുഃഖം മറന്നുപോകാതെ നാം ഇവിടെ വെച്ചറിയിക്കണം. നീ കണ്ണു തുറന്നേക്കണ്. നാലാള് കണ്ട നാണക്കേടാണ്. ഏതോ ഭ്രാന്തിയാവും. ലക്ഷ്മി, അയ്യോ ഞാനിവിടെ, എന്റെ മക്കളെവിടെ? ശരി, തീരെ മുഴുവൻ തെരയും. എന്റെ കുഞ്ഞുങ്ങളെ ഇവിടെ ഒക്കെ അന്വേഷിക്കേ. വൈദ്യരെ പനച്ചേരിയോട് അല്ല, പനച്ചേരി നമ്മുടെ കുഞ്ഞുമോൾ ആർത്തേക്ക് അമ്മയില്ല. ലക്ഷ്മിയെ കോട്ടയിലേക്ക് കൂട്ടിക്കോളി. ലക്ഷ്മിക്ക് ഒരു വളർത്തലല്ല, ആർത്തയ്ക്ക് ഒരു വളർത്തമ്മയാട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇത് സൂയി മോഷ്ടിച്ചതാ. കടുത്ത ശിക്ഷ തന്നോളി. ഈ കുട്ടിയുടെ തലയ്ക്കൽ കണ്ട മാറാപ്പീന്ന് സൂയി എടുത്ത. ഇപ്പോഴാണ് എന്റെ മോൻ സാക്ഷാൽ അമ്പാടിക്കുട്ടനായത്. ഉമരി ചോയ്, ചോയ്ക്ക് മാല എവിടെ നിന്ന് കിട്ടി? യാത്രക്കാരെ പിടികൂടാൻ, കാറ്റുപിടികൂടാൻ ചോയ് പോകുമ്പോ. ചോയ് പ്രിയവും പ്രായവും വെളുത്തയ്ക്ക് പുല്ല. ചോയ്ക്ക് കറുത്ത ശിക്ഷ തരണം. ചോയ് പേടിക്കില്ല, പൊറുക്കണമെന്ന് പറയുകയുമില്ല. ആഭരണങ്ങൾ ഇനിയും കിട്ടിയിരിക്കണം. അത്
സൂയി എടുത്തിരിക്കണം. അതിനും ചേർത്ത് ശിക്ഷ തരി. അമ്പാടി, എന്നാൽ കേൾക്കി. ചോയുടെ മക്കൾ രണ്ടുപേരും അമ്പാടിക്ക് ഇളം കൈയും വലം കൈയുമായി കിട്ടും. ശിക്ഷ തീർന്നില്ല. അമ്പാടിയെ അഭ്യാസങ്ങളും തൊഴിലും ശീലിപ്പിക്കേണ്ടത് ചോയിയാണ്. അത് ചോയി ഏക്കണ്. ഈ കാടിന്റെ ചരിത്രത്തിലെ വലിയൊരു നാളാണിന്ന്. ഇതുപോലൊരു നാളിലാണ് അമ്പാടി ഇവിടെ കാലുകുത്തിയത്. ഈ കുഞ്ഞാണ് നാളത്തെ നിങ്ങളുടെ തലവനെന്ന് ഇന്ന് ഇവിടെ വച്ച് നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു. മഹാകാളി കനിയട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ചിലർ നല്ലതല്ലാത്ത പ്രവൃത്തികളിൽ ഏർപ്പെട്ടു വരുന്നതായി നമുക്ക് അറിവ് ലഭിച്ചിരിക്കുന്നു. ഈ വിവരം ഞാൻ വളർത്തച്ഛനെയും വേണ്ടപ്പെട്ടവരെയും അറിയിച്ചിട്ടുണ്ട്. പിച്ചത്തുട്ടിന് വേണ്ടി പാവപ്പെട്ടവരെയും വഴിപോക്കരെയും കൊള്ളയടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. കരിഞ്ചന്തക്കാരെയും പൂഴ്ത്തിവെപ്പുകാരെയും പണച്ചാക്കുകളെയും കൊള്ളയടിച്ച് സാധുക്കൾക്ക് കൊടുക്കുക. അനീതിക്കും അക്രമത്തിനും എതിരുമായി പടവാൾ ഉയർത്തുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം നിറവേറാൻ മഹാകാളി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതാ നോക്കിൽ. അയ്യോ, ഇനി ഞാൻ എവിടെ ചെന്ന് നോക്കും? എടി മോളെ മാളു, എടാ മോനെ ചന്തുണ്ണി, അച്ഛൻ എന്തോ നയിക്കണം തപ്പുന്നത്? നിന്റെ അമ്മയുടെ തലയോട്. ആ പിന്നെ അല്ല, അമ്മയുടെ തലയോടില്ല, അമ്മൂമ്മയുടെ തലയോട്. എടാ, ഞാൻ നിന്റെ ആരാ? എനിക്കറിയാം, അറിയാലോ. ഞങ്ങളുടെ അച്ഛൻ, ഇവിടുത്തെ നാടുവാഴി തമ്പുരാന്റെ വൈദ്യൻ, ഇതിനെല്ലാം പുറമെ ഇവിടുത്തെ മന്ത്രവാൻ ആണല്ലോ. എന്നിട്ടാണോടാ നീ എന്നെ ഇങ്ങനെ കളിയാക്കണത്? ഞാൻ എന്ത് കളിയാക്കിയടാ? എടുത്തു വെച്ച അറച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. കുരിഞ്ഞു വരുമ്പോ സാധനമില്ലടാ മോനെ. അച്ഛാ, കുനിഞ്ഞ് നിവർന്നപ്പോൾ കണ്ടില്ലെങ്കിലേ അത് അപകടമാണ്, സൂക്ഷിക്കണം. എന്നിട്ടും അച്ഛൻ പറയുന്നില്ലല്ലോ എന്താ അന്വേഷിക്കുന്നതെന്ന്. ഇനി ഞാൻ കോട്ടയം ചെല്ലുമ്പോ ആ ഓർമ്മയില്ലാത്ത നാടുവാഴി തമ്പുരാൻ എന്തെടുത്തു കൊടുക്കും? ഞാൻ വലഞ്ഞല്ലോ ഭഗവതി. എന്റെ ഭഗവാനെ, എന്നിട്ടും അച്ഛൻ കാര്യം പറയുന്നില്ലല്ലോ. എടാ മോനെ, അച്ഛന്റെ കാണാനില്ലടാ. എന്ത് ഔഷധപ്പെട്ടി? ഇത്രയുള്ള കാര്യം എവിടെ പെട്ടി? ഈ കട്ടത്തിരിക്കുന്ന എന്താ? ഞാൻ ഓർത്തല്ലോ, എനിക്ക് അങ്ങനെ ഒരു മറവ് പറ്റാൻ വഴിയില്ല. അച്ഛന് ഒരിക്കലും അങ്ങനെ മറവ് പറ്റില്ല. മറവ് പറ്റിയിരുന്നെങ്കിലുണ്ടല്ലോ ഞങ്ങൾ രണ്ടെണ്ണം പട്ടി പോലെ ഇവിടെ നിൽക്കില്ലായിരുന്നു. തുളച്ചു കളയാൻ. എടാ, അധിക പ്രസംഗം പറയുന്നോടാ അച്ഛനോട്. മോളെ, ഞാൻ കോട്ടയിലോട് ഒന്ന് പോയിട്ട് വരാം. അച്ഛാ, പുറകെന്ന് വിളിച്ചോടാ. കൊല്ലച്ച ഞാൻ ഓർത്തല്ലോ എന്തോ. അച്ഛൻ ഒരിക്കലും മറക്കാത്തൊരു സാധനമുണ്ട്, അച്ഛന്റെ വടി. അമ്മ, സത്യം ചൊല്ലാണ് നല്ലത്. കുഞ്ഞിക്കുട്ടിയെ മമ്പാടിയെ നീ എങ്ങോട്ടാണ് അയച്ചത്? പറയും. ആരെവിടെ? ഇവിടെ കൊണ്ടുപോയി ഇരുട്ടവയിലടക്കി ദാഹിച്ച നീ കൊടുത്തു പോയി. നാടറിയും മുമ്പ് നാദാപുരത്തെ നാടുവാഴിയുമായി അടുക്കണത് നന്ന് നമുക്കൊരു കരുത്തായി. എന്തിന്? അത് വേണോ? ആ വേണേ മാധവിയുടെ നാക്കറക്കാം, അവൾ പിന്നെ മിണ്ടുകില്ല. എന്നാലും കുഞ്ഞിക്കുട്ടിയും അമ്പാടിയും ജീവിച്ചിരിപ്പുണ്ടേൽ അമ്പാടിയുടെ ഇളയതായി തറവാടിന് മറ്റൊരു അവകാശം ഉണ്ടായി എന്ന് ഓർമ്മ വേണം. ഇവിടെ എന്തെല്ലാമോ രഹസ്യങ്ങൾ നടക്കും. എങ്ങും പ്രേതങ്ങളുടെ നിഴലുകൾ നീങ്ങും. ഒരു പറ്റം പേടിത്തൊണ്ടന്മാർ ഒളിഞ്ഞും പതുങ്ങിയും നടക്കുന്നു. അച്ഛൻ എന്താണ് മന്ത്രവാദിയെ കണ്ട മാറിനെ പോലെ മിഴിക്കുന്നത്? എനിക്ക് പൊള്ളുന്നു. കാറ്റും കുളിരുമുള്ള ഈ മകര പുലർച്ചെ എങ്കിൽ കാവിലും കായലുവരത്തും ഒന്ന് ഇറങ്ങി നടക്കരുത്. കാവ് നിനക്കെന്നെ കാവിലേക്ക് പറഞ്ഞേക്കണമല്ലോ. ഊനിന്മേൽ കുരു പോലെയാണ് എനിക്ക് നിന്റെ ഈ കൂസലില്ല. കുളിച്ചു തൊഴാൻ നീ കൂട്ടാക്കാറ്, കളരിയിൽ നീ പോകാറ്, എന്നേരവും ഈ കഠാരിയും നീയും. ഏട്ടനെ കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത ഈ കഠാര എനിക്ക് കയ്യിൽ കൊണ്ടു നടക്കാൻ കഴിയാൻ ഞാൻ നിന്നെ ഏൽപ്പിച്ചതാണ്.
നീയോ അത് കയ്യിൽ നിന്ന് മാറ്റണേ. ഇതുമായിട്ട് എന്തിനാണ് അമ്പു നടത്തുന്നത്? ഈ കടാരി എന്നോട് പറയാറുണ്ട് ചോരയ്ക്കായി ദാഹിക്കണം. ആ ദാഹം തീർത്തു കൊടുക്കാൻ അവസരം കാത്തു കാത്ത് കഴിയാണ് ഞാൻ.